ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. ഒരു ടൈം ലൈഫ് എന്ന് പറയാം. കർക്കിടകമായതുകൊണ്ട് കുട്ടികൾക്കൊന്നും സ്കൂളുണ്ടായിരുന്നില്ല. സാധാരണ സ്കൂളില്ലാത്തന്ന് ഞാൻ കുറച്ച് വൈകിട്ട് എണീക്കാറ്. പക്ഷേ അന്ന് നേരത്തെ എണീറ്റു. കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ കരുതിയിരുന്നു. വീട് 2-3 ദിവസമായി വീടിൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്ത് വരൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് പുറത്തു കൂടെയൊക്കെയാണ് ക്ലീനിങ്. അങ്ങനെ എണീറ്റുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് പോയിട്ടോ. എൻ്റെ ഉമ്മ ഉണ്ട് കേട്ടോ ഇവിടെ. 2 ദിവസമായി വന്നിട്ട്. ഉമ്മക്ക് പനിയായിട്ട് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ്. പനി ഇപ്പോൾ കുറവുണ്ട്, പക്ഷേ ക്ഷീണം വിട്ടു പോയിട്ടില്ല. അപ്പം ഉമ്മക്ക് കുറച്ച് ചായ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അങ്ങനെ ഉമ്മക്ക് കുറച്ച് ബൂസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കലക്കി കൊടുത്തു. ഒരു മുട്ടും പായൊക്കെ പിഴുങ്ങിക്കാണ്ട് ഉമ്മക്ക് കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. ഉമ്മാൻ്റെ നിസ്കാരം കഴിഞ്ഞിട്ട് ഉമ്മ ഓതിയിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിട്ടോ. കുട്ടികളൊന്നും എണീറ്റിട്ടില്ല, സ്കൂളില്ലാത്തതല്ലേ, അവരൊക്കെ നല്ല ഉറക്കമാണ്. അങ്ങനെ നേരെ മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റം ആകെ ഇപ്പോൾ വൃത്തികേടായിട്ടുണ്ട് കേട്ടോ. കുറേ ആയിട്ട് മഴയായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങാനേ തോന്നാറില്ല. അങ്ങനെ എന്തായാലും വേണ്ടില്ല, ഇന്നത് ക്ലീൻ ആക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എന്തോ ഭാഗ്യത്തിന് അപ്പം മഴയൊന്നും ഇല്ലായിരുന്നു. കർക്കിടക ആയതുകൊണ്ട് നല്ല മഴ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ അപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് പണികളൊക്കെ അങ്ങനെ തുടങ്ങി. അങ്ങനെ അടിച്ചു വാരൽ തുടങ്ങി. പുല്ലും പറിച്ചു ആകെ വൃത്തിയാക്കിട്ടോ ഒന്നായിട്ട്. ഇടയിലൊന്ന് മഴ പെയ്തു. അപ്പോൾ ഒന്ന് കയറി നിന്നിട്ട് വീണ്ടും മഴ തോർന്നപ്പോൾ വീണ്ടും ഇറങ്ങി. അപ്പോൾ ഇതാക്കണം, മുറ്റൊക്കെ നല്ല വൃത്തിയാക്കിട്ടോ. എന്തായാലും മാറ്റല്ലേ, പണിയെടുത്തായാലും കാണാനുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ ഇങ്ങനെ മാറ്റം കാണുന്നത്. 2 മണിക്കൂറത്തെ പരിപാടി കേട്ടപ്പോൾ ഈ കാണുന്നത്. മുറ്റത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടികളൊക്കെ വന്നിട്ടോ. അവർ വിളി തുടങ്ങി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ വേഗം ചൂലൊക്കെ വെച്ചിട്ട് കൈയും കാലൊക്കെ കഴുകി വേഗം അകത്ത് കയറി ചായ പരിപാടി നോക്കാൻ വിചാരിച്ചു. ഈ പണിയൊക്കെ എടുക്കണം വിചാരിച്ചിട്ട് ഞാൻ തലേ ദിവസം തന്നെ കറിയും പത്തിരിയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. പത്തിരി പരത്തിക്കാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഞാൻ ആവുമ്പോൾ ചുട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പത്തിരി ഇടലും ചായക്ക് വെള്ളമൊക്കെ വെച്ചു. കറിയും തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു, ചൂടാക്കിയാൽ മതിയായിരുന്നു. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അങ്ങനെ എല്ലാം കറികളും കാര്യങ്ങളൊക്കെ റെഡിയായി, ചായയും തിളച്ച് ഒക്കെ റെഡിയാക്കി മക്കൾക്ക് എല്ലാവർക്കും കൊടുത്തു കേട്ടോ. കഴിഞ്ഞ് എനിക്ക് കുറച്ച് അലക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. നിസ്കാരക്കുപ്പായൊക്കെ ആദ്യം അലക്കി കഴിഞ്ഞിരുന്നു. അതിൻ്റെ മുസലകൾ മാത്രം പിന്നെ ഇടാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം മെഷീനിക്കിട്ട് ലിക്വിഡും ഒഴിച്ച് മെഷീൻ ഓണാക്കി കണ്ട് ഞാൻ പോന്നു കേട്ടോ. പിന്നെ ഇപ്പം അത് നോക്കിക്കോളുമല്ലോ, ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് അതപ്പം ലാഭം. അത് കഴിഞ്ഞ് ഞാൻ കുട്ടിക്കുള്ള അമൃതം വരക്കാമെന്ന് വിചാരിച്ചു. ഓന് രാവിലെ അമൃതം ഇട്ട കൊടുക്കാൻ എനിക്ക് ഇഷ്ടം അതാണ്. അപ്പോൾ വേഗം അത് ഉണ്ടാക്കി അത് വേഗം കൊടുക്കൽ കഴിച്ചിട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കണത്. ഞാനും ഉമ്മയും പിന്നെ അതൊക്കെ ഒലതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും ഉമ്മയും ഫുഡ് കഴിക്കായിരുന്നു. സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ ഓല കച്ചറയും വയക്കൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാൽ ഒരു ലോഡ് പാത്രം ഉണ്ടാവില്ലേ സിങ്കിൽ. പിന്നെ വേഗം തന്നെ ആ പാത്രങ്ങളൊക്കെ വേഗം കഴുകിക്കാണ്ട് കിച്ചൺ മൊത്തം ക്ലീൻ ആക്കിയിട്ടോ. കിച്ചൺ ക്ലീൻ ആയാൽ തന്നെ പകുതി പണി കഴിഞ്ഞു എന്നാണല്ലോ. പിന്നെ ഇന്ന് ഉച്ചക്കൊന്നും ഉണ്ടാക്കണ്ടെന്ന് ഹസ്ബൻഡ് പറഞ്ഞിരുന്നു കേട്ടോ. എന്തെങ്കിലും ഫുഡ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു. കുട്ടികളുള്ളതല്ലേ, സ്കൂളൊന്നും ഇല്ലല്ലോ. ഇമ്മാക്കും കുട്ടിക്കും എന്തായാലും കഞ്ഞി വേണം. അപ്പം പിന്നെ വേഗം കുക്കറിൽ കുറച്ച് അരി തീമിട്ടു കേട്ടോ. ഇത് കണ്ടോ, കുപ്പികളൊക്കെ കഴുകി വെച്ചിക്കണ്. അടുക്കള ക്ലീൻ ആക്കിയപ്പോൾ കുപ്പികളൊക്കെ കഴുകി വെച്ചതാണ്. ഇതൊക്കെ ഉണങ്ങിയിട്ട് വേണം എടുത്ത് വെക്കാൻ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടിച്ചു വരാൻ നിന്നു കേട്ടോ. അപ്പോഴൊക്കെ പുറത്ത് നല്ല മഴ തുടങ്ങി നിട്ടു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മഴ തുറന്നതിന് ശേഷം മുറ്റത്തേക്ക് പിന്നെ വീണ്ടും ഇറങ്ങി. പുറത്തു കൂടെ മാറാലിട്ടെല്ലാം ബാക്കിയുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ തട്ടി വൃത്തിയാക്കി. മോൻ ചെറുതായത് കൊണ്ട് എല്ലാ പണികളും ഒരു ദിവസം തന്നെ എടുക്കാൻ കഴിയൂല. അപ്പം പിന്നെ കുറേശ്ശായിട്ടാണ് ഇപ്പം എടുക്കൽ. അതൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് അപ്പത്തിന് വന്നിട്ടോ ഫുഡും കൊണ്ട്. പിന്നെ ഞാൻ വേഗം തുടക്കാൻ നോക്കിട്ടോ. അകടിച്ചൊല്ല് കഴിഞ്ഞുകൊണ്ട് പിന്നെ വേഗം തുടച്ചിട്ടാൽ മതിന്നു. അകത്തെ പണിയൊക്കെ കഴിഞ്ഞതാണല്ലോ. തുടക്കൽ കഴിയുമ്പോഴേക്കും കുട്ടികളോടൊക്കെ കുളിക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ തുടക്കേണ്ട ഇടയിൽ കൂടി കയറാം അവർ നടത്താം.
അപ്പോൾ പിന്നെ വേഗം അവല് ബാത്റൂമിൽ കയറിയാൽ പിന്നെ എൻ്റെ തുടക്കൽ വേഗം ഫുള്ളാക്കാമല്ലോ. അങ്ങനെ തുടക്കൽ കഴിഞ്ഞ് ചവിട്ടിയൊക്കെ വിരിക്കലും ഇതൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ കുടന്ന് വെച്ച ചോറൊക്കെ ഒന്ന് കവർന്ന് മാറ്റിക്കണ്ട് പാത്രത്തിലേക്ക് ഇട്ടൊക്കെയെന്ന് വിചാരിച്ചു. ചിക്കൻ മന്തി കേട്ടോ കൊടുന്നത്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് ഇട്ട് അവർ ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നു അപ്പോത്തിന്. അപ്പം എന്നാൽ വേഗം അവർക്കാണ് കൊടുക്കുക. എൻ്റെ കുളിയൊക്കെ കഴിയുമ്പോഴത്തേന് നേരം കുറേ വൈകും കരുതിയാണ്ട് വേഗം അവർക്ക് വേഗം വിളമ്പി കൊടുത്തു കേട്ടോ. ചെറിയ മോന് പിന്നെ അമ്മ കഞ്ഞി കൊടുത്തിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ പണികളൊക്കെ ആയിട്ട് എടുത്തു. അങ്ങനെ എൻ്റെ പണിയും കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അച്ചടോ ചോറുന്നത്. പിന്നെ കുറച്ചു നേരം കിടന്നു. 4 മണിയായപ്പോൾ പിന്നെ കുട്ടികൾ തുടങ്ങി ചായ ആണെന്ന് പറയാൻ തുടങ്ങി. പിന്നെ എന്നാൽ കുറച്ച് ചായ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. ഇന്ന് കടിയൊന്നും ഉണ്ടാക്കില്ല. ഉള്ള ബേക്കറി കൂട്ടി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. പണിയും കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറേ നേരം വൈകിയിരുന്നു. അപ്പം പിന്നെ വേഗം കുറച്ച് ചായയും കൊടുത്തു കണ്ട് ആ ചായയുടെ പരിപാടി അവിടെ കഴിച്ചു. പിന്നെ മരിപ്പായപ്പോഴത്തേനും ഓൽക്ക് എഴുതാനും വായിക്കാനും നിസ്കരിക്കാനും കാര്യങ്ങളൊക്കെ ആയല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കണമെന്നും പിന്നെ എടുത്തില്ല. പിന്നെ ബാക്കിയുള്ള മന്തി ഇതൊക്കെ കഴിച്ച് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ വീഡിയോൻ്റെ കാര്യം ഓർമ്മ വരുന്നത്. രാത്രിക്കത്തെ ഫുഡ് കഴിക്കലും കഴിഞ്ഞത് ആ പാത്രം ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ക്ലീനാക്കി കിച്ചണൊക്കെ പഴയ പോലെ തന്നെ ക്ലീനാക്കിയിട്ടോ. എന്നാൽ രാവിലെ വരുമ്പോൾ ഒരു സുഖമാണല്ലോ. അങ്ങനെയൊക്കെ കഴിഞ്ഞ് കിച്ചണും ക്ലോസ് ചെയ്തു. എൻ്റെ ചെറിയൊരു ദിവസം ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. എന്നാൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ ബൈ.